അടുത്തതായി വിട്ടുപോകാതെ കഴിച്ചു നോക്കേണ്ട വിഭവമാണ് കൊസീതോ മദ്രിലേഞ്ഞോ. കടല, ബീഫ്, പോർക്ക് ബെല്ലി, പോർക്ക് സോസേജ്, ചിക്കൻ, പോർക്കിൻ്റെ എല്ല്, പിന്നെ പച്ചക്കറി ഇനത്തിൽ ഉരുളക്കിഴങ്ങ്, ക്യാബേജ് എന്നിവയടങ്ങിയ ഒരു സൂപ്പാണിത്. 1870 മുതലുള്ള അതേ രീതിയിലാണ് ഇന്നും ഇവിടെ കൊസീതോ പാകം ചെയ്യുന്നത്. മദ്രിദിൽ ഏവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വിഭവമാണ് പത്തത്താസ് ബ്രാവാസ്. ഉരുളക്കിഴങ്ങാണ് ഇതിലെ മുഖ്യൻ. ചെറു കഷ്ണങ്ങളായി മുറിച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ അവിച്ച് അതിനുശേഷം എണ്ണയിൽ പൊരിച്ചെടുത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. പൊരിച്ചെടുത്ത ഉരുളക്കിഴങ്ങിന് മുകളിൽ തക്കാളിയും മുളകുമൊക്കെ ചേർന്ന ബ്രാവാ സോസ് ഒഴിച്ച് വിളമ്പുന്നു. ഇനി ഇതേ ഉരുളക്കിഴങ്ങിലേക്ക് ബ്രാവാ സോസിന് പകരം അലിയോളി സോസ് ഒഴിക്കുകയാണെങ്കിൽ അത് പത്തത്താസ് അലിയോളിയായി. വെളുത്തുള്ളിയും ഒലിവ് ഓയിലും പ്രധാന ചേരുവകളായിട്ടുള്ള കാണാൻ മയണൈസ് പോലുള്ള സോസാണ് അലിയോളി. സ്പെയിൻ ഉടനീളം ലഭിക്കുന്ന ഭക്ഷണമാണ് തോർത്തിയ അല്ലെങ്കിൽ സ്പാനിഷ് ഓംലെറ്റ്. പ്രാതൽ മുതൽ അത്താഴം വരെയും തോർത്തിയ ലഭ്യമാണ്. മുട്ടയും ഉരുളക്കിഴങ്ങും സവാളയും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന വലിപ്പമുള്ള ഓംലെറ്റ്. പുറമെ മൊരിഞ്ഞ പ്രകൃതവും അകമേ പാകമായതും എന്നാൽ കട്ടിയാകാത്ത രീതിയിലുമാണ് ഈ ഓംലെറ്റ് ഉള്ളത്. രുചിയിൽ യാതൊരു കുറവുമില്ലാതെ സ്പെയിനിലെ ഭക്ഷണങ്ങളുടെ ഏറ്റവും മുൻനിരയിൽ തന്നെ തോർത്തിയ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഊർന്നിറങ്ങുന്ന മുട്ടയുടെ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് തോർത്തിയ എന്നും ഓർക്കുന്ന വിഭവമാകും.